എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഈ കഥ കേൾക്കുമ്പോൾ ദൃശ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നുവരുന്നത് സങ്കൽപ്പിക്കുക. ശാന്തമായി കണ്ണുകളടച്ച് ശ്രദ്ധിക്കുക. രാഹുലിന്റെ ജീവിതം മാറ്റിമുറിച്ച ആ രാത്രിക്ക് ഒരു മരണത്തിന്റെ തണുപ്പുണ്ടായിരുന്നു. നഗരത്തിലെ തിരക്കേറിയ തെരുവിൽ വഴിയോര കച്ചവടക്കാരനായ ആ വൃദ്ധൻ നീട്ടിയ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആ വെൽവെറ്റ് തലയണ വാങ്ങുമ്പോൾ രാഹുൽ കരുതിയത് അതൊരു സാധാരണ കൗതുക വസ്തു മാത്രമാണെന്നാണ്. ഇതൊരു സാധാരണ തലയണയല്ല കുഞ്ഞേ. ഇതിൽ തലവെച്ചുറങ്ങിയാൽ കാണുന്നതെന്തും പിറ്റേന്ന് സത്യമാകും. വൃദ്ധന്റെ വിറയാർന്ന ശബ്ദം രാഹുലിന്റെ ചെവിയിൽ മുഴങ്ങി. ഒരു പരിഹാസച്ചിരിയോടെ അതെടുത്തു നടക്കുമ്പോൾ വരാനിരിക്കുന്ന വിധിയുടെ ക്രൂരതയെക്കുറിച്ച് അവനൊരു ധാരണയുമുണ്ടായിരുന്നില്ല. അന്ന് രാത്രി ആകാംക്ഷയുടെ പുറത്ത് രാഹുൽ ആ തലയണയിൽ തലചായിച്ചു. ഉറക്കത്തിലേക്ക് വഴുതി വീണ അവൻ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. ഓഫീസിലേക്കുള്ള വഴിയിൽ കൃത്യം 9 മണിക്ക് സിഗ്നലിനടുത്തുള്ള പഴയ ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്ന് അവനൊരു പണസഞ്ചിരിട്ടുന്നു. കറൻസി നോട്ടുകളുടെ മണം പോലും അവന് സ്വപ്നത്തിൽ അനുഭവപ്പെട്ടു. ഞെട്ടിയുണർന്ന രാഹുൽ സമയം നോക്കി. നേരം വെളുത്തിരിക്കുന്നു. അതൊരു വെറും തോന്നലാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് അവൻ ഓഫീസിലേക്കിറങ്ങി. പക്ഷേ സിഗ്നലിൽ ബൈക്ക് നിർത്തിയപ്പോൾ അവൻ്റെ നെഞ്ചിടിപ്പ് കൂടി. സമയം 9 മണി. ആൽമരച്ചുവട്ടിൽ അതാ സ്വപ്നത്തിൽ കണ്ട അതേ തുകൽ സഞ്ചി. വിറയ്ക്കുന്ന കൈകളോടെ അവനത് തുറന്നു. കെട്ടുകണക്കിന് പണം. ഭയവും അത്ഭുതവും കൊണ്ട് രാഹുൽ മരവിച്ചുപോയി. ആ നിമിഷം മുതൽ രാഹുൽ ആ തലയണയുടെ അടിമയായി മാറുകയായിരുന്നു. ഓരോ രാത്രിയും അവൻ പുതിയ ആഗ്രഹങ്ങളുമായി ഉറങ്ങാൻ കിടന്നു. ലോട്ടറി വിജയങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ, പ്രശസ്തി. അവൻ ആഗ്രഹിച്ചതെല്ലാം പിറ്റേന്ന് രാവിലെ അവനെ തേടിയെത്തി. ലോകം മുഴുവൻ തൻ്റെ കാൽക്കീഴിലാണെന്ന് അവൻ അഹങ്കരിച്ചു. എന്നാൽ ആ തലയണയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ടെന്ന് അവൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. നാം ആഗ്രഹിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ഉപബോധ മനസ്സിലെ ഭയങ്ങളെയും അത് സത്യമാക്കി തീർക്കും. ഒരു ദിവസം ക്ഷീണം കാരണം അവൻ നേരത്തെ ഉറങ്ങാൻ കിടന്നു. അന്ന് അവന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. സ്വപ്നത്തിൽ കണ്ടത് സമ്പത്തോ സൗഭാഗ്യമോ ആയിരുന്നില്ല. കൂരിരുട്ട് നിറഞ്ഞ ഒരു മുറി. അവിടെ രക്തത്തിൽ ഇളിച്ചുകിടക്കുന്ന തൻ്റെ തന്നെ ശരീരം. ഒരു കറുത്ത കാർ തന്നെ ഇടിച്ചു തെറിപ്പിക്കുന്ന ഭയാനകമായ ദൃശ്യം. കാറിൻ്റെ നമ്പർ പ്ലേറ്റ് പോലും വ്യക്തമായി അവൻ കണ്ടു. KL 01 BZ 666. ഭയന്ന് വിയർത്തുകൊളിച്ചാണ് രാഹുൽ നെറ്റിയുണർന്നത്. സമയം പുലർച്ചെ 5 മണി. ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. ഇല്ല, ഇതൊരു പേടി സ്വപ്നം മാത്രമാണ്. ഇത് നടക്കില്ല. അവൻ സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്നുവരെ കണ്ടതെല്ലാം സത്യമായെങ്കിൽ ഇതും സത്യമാകില്ലേ? ആ ചിന്ത അവനെ വല്ലാതെ ഉലച്ചു. അവൻ തീരുമാനിച്ചു, ഇന്ന് പുറത്തിറങ്ങില്ല. വീടിനുള്ളിൽ തന്നെ സുരക്ഷിതനായിരിക്കും. അങ്ങനെയാണെങ്കിൽ കാർ അപകടം നടക്കില്ലല്ലോ. അവൻ വാതിലുകളെല്ലാം പൂട്ടി ജനലുകൾ അടച്ചു. സമയം ഉച്ചയായി. ഭയം പതിയെ മാറാൻ തുടങ്ങി. താൻ വിധിയെ തോൽപ്പിച്ചുവെന്ന് അവൻ ആശ്വസിച്ചു. അപ്പോഴാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. സുഹൃത്തിൻ്റെ അടിയന്തര വിളിയാണ്. രാഹുൽ, വേഗം താഴേക്ക് വാ. നിന്റെ അച്ഛന് ദേഹാസ്വാസ്ഥ്യം. ആശുപത്രിയിൽ പോകണം. മറുത്തൊന്നും ചിന്തിക്കാതെ പൂട്ടിയ വാതിലുകൾ തുറന്ന് അവൻ പുറത്തേക്കോടി. റോഡിലേക്ക് കാലെടുത്തു വെച്ചതും അമിത വേഗതയിൽ പാഞ്ഞുവന്ന ഒരു വാഹനം സഡൻ ബ്രേക്കിട്ടു. കയറുകൾ റോഡിൽ ഉരയുന്ന കർക്കശമായ ശബ്ദം. രാഹുൽ തലയുയർത്തി നോക്കി. അവൻ്റെ മുന്നിൽ വന്നു നിന്ന ആ കറുത്ത കാറിൻ്റെ നമ്പർ പ്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ രക്തം മരവിച്ചുപോയി. KL 01 BZ 666. വിധിയുടെ കറുത്ത ചായം പൂശിയ ആ കാറിൻ്റെ വാതിൽ തുറന്ന് മരണം അവനെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ അവന് തോന്നി. ആ കാറിൻ്റെ നമ്പറിലായിരുന്നില്ല, മറിച്ച് തലേന്ന് രാത്രി ആ പഴയ തുകൽ തലയണയിൽ തലചായ്ച്ചുറങ്ങിയപ്പോൾ കണ്ട അതേ ദൃശ്യം കൺമുന്നിൽ തെളിഞ്ഞതിലായിരുന്നു അവൻ്റെ ഭയം. ആൻറ്റീക് ഷോപ്പിലെ വൃദ്ധൻ പറഞ്ഞ വാക്കുകൾ ഒരു ശാപം പോലെ അവൻ്റെ കാതുകളിൽ മുഴങ്ങി. ഈ തലയണ വെറുമൊരു പഞ്ഞിക്കെട്ടല്ല, വരാനിരിക്കുന്ന വിധിയുടെ കണ്ണാടിയാണ്. ഇതിൽ കിടന്നുറങ്ങുമ്പോൾ നീ കാണുന്നതെന്തും പിറ്റേന്ന് സത്യമായിരിക്കും. അന്ന് അതൊരു തമാശയായി തള്ളിക്കളഞ്ഞ രാഹുലിന് ഇപ്പോൾ ശ്വാസം തൊണ്ടയിൽ കുരുങ്ങുന്നതുപോലെ തോന്നി. സ്വപ്നത്തിൽ ഇതേ നമ്പറുള്ള കാർ അവനെ ഇടിച്ചു തെറിപ്പിക്കുന്നതും ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന രൂപം അവനെ നോക്കി ക്രൂരമായി ചിരിക്കുന്നതും അവൻ കണ്ടിരുന്നു. കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കാൻ രാഹുൽ ഭയന്നു. മഴയത്ത് കുടയുമായി ഇറങ്ങിയ ആ രൂപം അവൻ്റെ അടുത്തേക്ക് നടന്നു അടുത്തു.
തെരുവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ആ മുഖം വ്യക്തമായപ്പോൾ രാഹുൽ ഞെട്ടിവിറച്ചുപോയി. സ്വപ്നത്തിൽ കണ്ട അതേ വടുക്കളുള്ള മുഖം, അതേ ക്രൂരമായ കണ്ണുകൾ. രാഹുലല്ലേ? അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ടാക്സി വിളിച്ചിരുന്നില്ലേ? പെട്ടെന്ന് കയറൂ, സമയം കളയാനില്ല, ആ മനുഷ്യൻ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. അത് വെറുമൊരു ടാക്സി അല്ലെന്നും തന്നെയും അച്ഛനെയും കാത്തിരിക്കുന്ന മരണവാഹനമാണെന്നും രാഹുലിന് ഉറപ്പായിരുന്നു. സ്വപ്നത്തിൻ്റെ ബാക്കി ഭാഗം അവൻ്റെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി. ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേ കാർ കൊക്കയിലേക്ക് മറിയുന്ന കാഴ്ച. ആ തലയണ അവന് നൽകിയ മുന്നറിയിപ്പ് അവഗണിക്കാൻ അവന് കഴിയില്ലായിരുന്നു. ഓടി രക്ഷപ്പെടണോ അതോ വിധിയെ നേരിടണോ എന്നറിയാതെ വീട്ടിലെ ജനലിലൂടെ തന്നെ നോക്കി നിൽക്കുന്ന അച്ഛൻ്റെ അവശതയാർന്ന മുഖത്തേക്കും മുന്നിൽ വാതിൽ തുറന്നുവെച്ച് കാത്തുനിൽക്കുന്ന മരണത്തിലേക്കും രാഹുൽ മാറി മാറി നോക്കി. ആ നിമിഷം വീട്ടിലെ കട്ടിലിൽ അപ്പോഴും അവശേഷിക്കുന്ന ആ മാന്ത്രിക തലയണ തന്നെ നോക്കി പരിഹസിക്കുന്നതുപോലെ അവൻ അനുഭവപ്പെട്ടു. ഒരു നിമിഷം ഭയം അവനെ വരിഞ്ഞു മുറുക്കിയെങ്കിലും പിറ്റേ നിമിഷം ഒരദൃശ്യ ശക്തി അവനിൽ ആവേശിച്ചതുപോലെ തോന്നി. വിധിയെ തോൽപ്പിക്കാനുള്ള വാശി അവൻ്റെ സിരകളിൽ തിളച്ചു. കയ്യിലിരുന്ന കാറിൻ്റെ താക്കോൽ ഒരു നീറുന്ന കനൽക്കട്ട പോലെ അവൻ അനുഭവപ്പെട്ടു. സ്വപ്നത്തിൽ കണ്ടത് കാർ അപകടമാണ്, അല്ലാതെ അച്ഛൻ്റെ മരണമല്ല എന്ന ചിന്ത ഒരു മിന്നൽ പിണർ പോലെ അവൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു. ഇല്ല, വിട്ടുകൊടുക്കില്ല, അവൻ പല്ലിറുക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു. കയ്യിലിരുന്ന കാറിൻ്റെ താക്കോൽ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് വിറയ്ക്കുന്ന കൈകളോടെ അവൻ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്തു. 108 ഡയൽ ചെയ്യുമ്പോഴും അവൻ്റെ കണ്ണുകൾ ജനലിലൂടെ തന്നെ നോക്കി നിൽക്കുന്ന അച്ഛൻ്റെ മുഖത്തായിരുന്നു. ഓരോ സെക്കൻഡും യുഗങ്ങൾ പോലെ നീണ്ടുപോയി. ഒടുവിൽ ദൂരെ നിന്ന് സൈറൻ മുഴക്കം കേട്ടപ്പോഴാണ് രാഹുലിന് ശ്വാസം നേരെ വീണത്. അച്ഛനെ സ്ട്രെച്ചറിലേക്ക് കിടത്തുമ്പോഴും ആംബുലൻസിൻ്റെ വാതിൽ അടയുമ്പോഴും അവൻ്റെ ഉള്ളിലെ ഭയം ഒട്ടും കുറഞ്ഞിരുന്നില്ല. കാരണം സ്വപ്നത്തിൽ കണ്ട ആ അപകടം പതിയിരിക്കുന്ന കൊടും വളവ് ഇനിയും പിന്നിടാനുണ്ട്. ആംബുലൻസ് ചീറിപ്പാഞ്ഞു. പുറത്ത് മഴ കനക്കുകയായിരുന്നു. രാഹുൽ അച്ഛൻ്റെ കൈ മുറുകെ പിടിച്ചു. ഓരോ മിന്നൽ വെളിച്ചത്തിലും ഡ്രൈവറുടെ മുഖത്ത് ഭയം നിഴലിക്കുന്നത് അവന് കാണാമായിരുന്നു. ഒടുവിൽ സ്വപ്നത്തിൽ തൻ്റെ കാർ മറിഞ്ഞു വീണ ആ കൊക്കയുടെ സമീപത്തേക്ക് വാഹനമടുത്തു. രാഹുൽ കണ്ണുകൾ മുറുക്കെ അടച്ചു. ഹൃദയമിടിപ്പ് ചെവിയിൽ പെരുമ്പറ കൊട്ടുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ആംബുലൻസ് ശക്തമായി ബ്രേക്കിട്ടു. ടയറുകൾ റോഡിൽ ഉരസി തീപ്പൊരി ചിതറി. എന്താ പറ്റിയത്? രാഹുൽ അലറിക്കൊണ്ട് മുന്നോട്ട് നോക്കി. മുന്നിലെ കാഴ്ച കണ്ട് അവൻ്റെ രക്തം മരവിച്ചുപോയി. മലമുകളിൽ നിന്ന് വലിയൊരു പാറക്കൂട്ടം റോഡിലേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നു. റോഡ് പൂർണ്ണമായും തകർന്ന് കൊക്കയിലേക്ക് പതിച്ചിരിക്കുന്നു. താൻ സ്വന്തം കാറിലാണ് വന്നിരുന്നതെങ്കിൽ കൃത്യം ഈ സമയത്ത് ആ പാറക്കൂട്ടത്തിനടിയിൽപ്പെട്ട് തൻ്റെ കാർ ചിന്നിച്ചിതറിയേനെ. ആംബുലൻസ് വരാൻ വൈകിയ ആ ഏതാനും നിമിഷങ്ങളാണ് അവരെ രക്ഷിച്ചത്. സ്വപ്നം സത്യമായിരുന്നു, പക്ഷേ അവൻ അതിനെ കബളിപ്പിച്ചിരിക്കുന്നു. ആശുപത്രിയുടെ വെളിച്ചത്തിലേക്ക് അച്ഛനെ കൊണ്ടുപോകുമ്പോൾ രാഹുൽ ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. എന്നാൽ ആ ആശ്വാസം അധികനേരം നീണ്ടുനിന്നില്ല. തിരികെ വീട്ടിലെത്തുമ്പോൾ കട്ടിലിൽ അവനെ കാത്ത് ആ തലയണ അവിടെയുണ്ടാകും. ഇന്നത്തെ രാത്രി അതവന് നൽകാൻ പോകുന്ന ദൃശ്യം എന്തായിരിക്കും? വിധിയെ തിരുത്തി എഴുതിയ അവനോടുള്ള പ്രതികാരമായിരിക്കുമോ അടുത്ത സ്വപ്നം? ഈ ചിന്ത രാഹുലിൻ്റെ ഉള്ളിൽ പുതിയൊരു ഭീതിയുടെ വിത്തുകൾ പാകി. വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ ഇരുത്തവനെ വിഴുങ്ങാൻ കാത്തു നിൽക്കുന്നത് പോലെ തോന്നി. ഓരോ ചുവടുവയ്ക്കുമ്പോഴും തറയിലെ തണുപ്പ് കാലിലൂടെ അടിച്ചുകയറി ഹൃദയത്തിലേക്കാണ് എത്തിയത്. കിടപ്പുമുറിയുടെ വാതിൽ പാതി തുറന്നു കിടക്കുന്നു. ഉള്ളിലെ മങ്ങിയ വെളിച്ചത്തിൽ ആ തലയണ തിളങ്ങി നിൽക്കുന്നത് അവൻ കണ്ടു. അലക്കി വെളുപ്പിച്ച ആ കവറിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ കറുത്ത ലിപികളാണെന്ന് അവൻ അറിയാമായിരുന്നു. അതിനെ എടുത്ത് ദൂരേക്കെറിയാനോ കത്തിച്ചു കളയാനോ അവന് തോന്നി. പക്ഷേ അജ്ഞാതമായൊരു ശക്തി അവനെ അതിൽ നിന്ന് വിലക്കി. ഇന്നലെ വരെ അത് ഭാവിയിലേക്കുള്ളൊരു ജാലകമായിരുന്നുവെങ്കിൽ ഇന്ന് അത് വിധിയുടെ കോടതി മുറിയാണ്. താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷാവിധി ഇന്ന് രാത്രി അവിടെ കുറിക്കപ്പെടുമോ? മനസ്സാകെ കലുഷിതമായിരുന്നു. ക്ഷീണം കൊണ്ട് ശരീരം തളർന്നിട്ടും ഉറങ്ങാൻ അവൻ ഭയപ്പെട്ടു. കണ്ണിമ ചിമ്മിയാൽ കാണാൻ പോകുന്ന കാഴ്ചകൾക്ക് മുന്നിൽ തൻ്റെ ധൈര്യം ചോർന്നു പോകുമെന്നവൻ ഉറപ്പായിരുന്നു. എങ്കിലും പ്രകൃതിയുടെ നിയമങ്ങളെ വെല്ലുവിളിക്കാൻ അവനാകില്ലല്ലോ. എപ്പോഴോ തളർന്ന ശരീരം ആ മെത്തയിലേക്ക് വീണു. തല അറിയാതെ തന്നെ ആ ശപിക്കപ്പെട്ട തലയണയിലേക്ക് അമർന്നു. നിമിഷങ്ങൾക്കകം ബോധമനസ്സു മറഞ്ഞു. ഭീതിതമായ ആ സ്വപ്നലോകത്തിൻ്റെ കവാടങ്ങൾ അവന് മുന്നിൽ തുറക്കപ്പെട്ടു. ഇത്തവണ സ്വപ്നത്തിന് നിറമുണ്ടായിരുന്നില്ല. എല്ലാം കറുപ്പിലും വെളുപ്പിലും മാത്രം. അവൻ നിൽക്കുന്നത് വിജനമായൊരു റെയിൽവേ ട്രാക്കിലാണ്. ചുറ്റും കനത്ത മൂടൽമഞ്ഞ്. ദൂരെ നിന്ന് ഒരു ട്രെയിനിൻ്റെ ഇരമ്പൽ കേൾക്കാം, പക്ഷേ അതടുക്കുന്നില്ല. പെട്ടെന്ന് മൂടൽമഞ്ഞിൽ നിന്നൊരാൾ രൂപം തെളിഞ്ഞു വന്നു. അത് അവനിലേക്ക് നടന്നെടുത്തു. അടുത്തെത്തിയപ്പോൾ രാഹുൽ ഞെട്ടിത്തരിച്ചുപോയി. അത് മറ്റാരുമായിരുന്നില്ല, അവൻ തന്നെയായിരുന്നു.
സ്വപ്നത്തിലെ രാഹുലിൻ്റെ കണ്ണുകളിൽ ജീവനില്ലായിരുന്നു. മുഖത്ത് ക്രൂരമായ ഒരു ചിരി തങ്ങി നിൽക്കുന്നു. ആ രൂപം അവൻ്റെ കാതുകൾക്കരികിലേക്ക് കുനിഞ്ഞ് മരവിപ്പിക്കുന്ന ശബ്ദത്തിൽ മന്ത്രിച്ചു. ഒരാൾക്ക് പകരം മറ്റൊരാൾ. കണക്കുകൾ തീർക്കപ്പെടണം രാഹുൽ. നീ വിചാരിക്കുന്നതിലും വലിയ വില നീ നൽകേണ്ടി വരും. ആ വാക്കുകൾ തീരുന്നതിന് മുൻപേ ട്രാക്കിൽ കടന്നിരുന്ന ഒരു പഴയ ഘടികാരത്തിലേക്ക് ആ രൂപം വിരൽ ചൂണ്ടി. അതിൽ സമയം പിന്നിലേക്കാണ് ഓടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഘടികാരം പൊട്ടിത്തെറിച്ചു. ആ സ്ഫോടനത്തിൻ്റെ ശബ്ദം കേട്ടാണ് രാഹുൽ ഞെട്ടിയുണർന്നത്. ശ്വാസം കിട്ടാതെ അവൻ പിടഞ്ഞു. നെഞ്ച് പടപടായിടിക്കുന്നുണ്ടായിരുന്നു. മുറിയിൽ ഇപ്പോഴും ഇരുട്ടാണ്. ജനാലയിലൂടെ വരുന്ന തിരുവുവിളക്കിൻ്റെ വെളിച്ചത്തിൽ അവൻ ചുമരിലെ ക്ലോക്കിലേക്ക് നോക്കി. സമയം പുലർച്ചെ 3 മണി. പക്ഷേ അവനെ ഭയപ്പെടുത്തിയത് സമയമായിരുന്നില്ല. ക്ലോക്കിന് താഴെ തറയിൽ ചിതറിക്കിടക്കുന്ന ഗ്ലാസ് കഷ്ണങ്ങളായിരുന്നു. സ്വപ്നത്തിൽ കണ്ടതുപോലെ ചുമരിലുണ്ടായിരുന്ന ആ പഴയ ക്ലോക്ക് തറയിൽ വീണ് തകർന്നിരിക്കുന്നു. രാഹുലിൻ്റെ രക്തം മരവിച്ചുപോയി. ഇത്തവണ ഉറക്കത്തിൽ നിന്നുണരും മുൻപേ സ്വപ്നം യാഥാർത്ഥ്യമായി തുടങ്ങിയിരിക്കുന്നു. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. തൻ്റെ തലയണയുടെ കവറിൽ ചോരയുടെ പാടുകൾ പോലെ ചുവന്ന മഷി പടർന്നിരിക്കുന്നു. അതിലൊരു സന്ദേശം വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. തുടക്കം മാത്രം. ഭയം ഒരു തണുത്ത പാമ്പിനെ പോലെ അവൻ്റെ നട്ടെല്ലിലൂടെ അരിച്ചു കയറി. വിധിയെ തിരുത്തിയവനുള്ള ശിക്ഷ ആരംഭിച്ചിരിക്കുന്നു. ഇനി രക്ഷപ്പെടാൻ വഴികളില്ല. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരാൾക്ക് പകരം മറ്റൊരാൾ എന്ന പ്രവചനം നടപ്പാകും. അതാരായിരിക്കും? അവൻ്റെ പ്രിയപ്പെട്ടവരിൽ ആരാണ് ആ ബലിയാടാകാൻ പോകുന്നത്? രാഹുൽ ആ തകർന്ന ക്ലോക്കിൻ്റെ കഷ്ണങ്ങളിലേക്ക് നോക്കി നിസ്സഹായനായിരുന്നു. സമയം അവനു വേണ്ടി കാത്തുനിൽക്കില്ലെന്ന് ആ നിശബ്ദത അവരോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആ നിശബ്ദതയിൽ മുറിയിലെ ഓരോ നിഴലും അവനെ നോക്കി പരിഹസിക്കുന്നത് പോലെ തോന്നി. അവൻ്റെ കണ്ണുകൾ മെല്ലെ ആ മുറിയുടെ മൂലയിലുള്ള പഴയ കട്ടിലിലേക്ക് നീങ്ങി. അവിടെ വെളുത്ത കവറിട്ട ആ പഴയ തലയണ. അതാണ് എല്ലാത്തിനും കാരണം. കാണാൻ സാധുവായ ഒരു പഞ്ഞിക്കെട്ട് മാത്രം. പക്ഷേ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് വിധിയെ മാറ്റിമറിക്കുന്ന ചെകുത്താനാണ്. ആദ്യം അതൊരു അനുഗ്രഹമാണെന്ന് അവൻ കരുതി. ലോട്ടറി അടിക്കുന്നതും ജോലിയിൽ കയറ്റം കിട്ടുന്നതും സ്വപ്നം കണ്ടപ്പോൾ പിറ്റേന്നത് അക്ഷരം പ്രതി സത്യമായപ്പോൾ ഉണ്ടായ ആഹ്ലാദം അത് വെറുമൊരു കെണിയായിരുന്നുവെന്ന് അവനിപ്പോൾ തിരിച്ചറിയുന്നു. ആഗ്രഹങ്ങൾ സത്യമാക്കാൻ ആ തലയണ ഈടാക്കുന്ന വില സ്വന്തം രക്തത്തിൽ പിറന്നവരുടെ ജീവനാണെന്ന് വൈകിയാണ് അവൻ മനസ്സിലാക്കിയത്. ഒരാൾക്ക് പകരം മറ്റൊരാൾ. ആ വരികൾ അവൻ്റെ തലച്ചോറിൽ മാറ്റൊലി കൊണ്ടു. സ്നേഹ, അവൻ്റെ പ്രാണനായ ഭാര്യ. അവളാണോ ആ ബലിമൃഗം? അതോ താനോ? ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു രൂപമുണ്ടായിരുന്നു. മുഖം അവ്യക്തം. പക്ഷേ ആ കരച്ചിൽ അത് സ്നേഹയുടേതായിരുന്നു. ഇന്ന് രാത്രി ഉറങ്ങിയാൽ ആ തലയണ അവനെക്കൊണ്ട് ബാക്കി കൂടി സ്വപ്നം കാണിക്കും. ആ അവ്യക്തമായ മുഖം തെളിയും. അത് സത്യമാവുകയും ചെയ്യും. ഉറങ്ങരുത്. ഇന്നുറങ്ങാൻ പാടില്ല. അവൻ എഴുന്നേറ്റ് മുഖം കഴുകാൻ ബാത്റൂമിലേക്ക് നടക്കാൻ ശ്രമിച്ചു. പക്ഷേ കാലുകൾക്ക് ഭാരം അനുഭവപ്പെട്ടു. കൺപോളകൾക്ക് 1000 ടണ്ണിൻ്റെ ഭാരം. ആ തലയണ അവനെ മാടി വിളിക്കുന്നത് പോലെ. ഒരു കാന്തം പോലെ അതവനെ വലിച്ചെടുപ്പിക്കുന്നു. അന്തരീക്ഷത്തിന് വല്ലാത്തൊരു ഗന്ധം. പഴകിയ പൂക്കളുടേതും ഒപ്പം മരണത്തിൻ്റേതുമായ ഗന്ധം. അവന് ശ്വാസം മുട്ടി. മുറിയിലെ വായു പോലും ആ തലയണയുടെ നിയന്ത്രണത്തിലാണെന്ന് തോന്നി. പ്രതി വിരോധിക്കാൻ ശ്രമിക്കും തോറും ശരീരം തളരുന്നു. അവൻ്റെ ഇച്ഛാശക്തിയെ ആ മാന്ത്രിക ശക്തി കാർന്നു തിന്നുകയായിരുന്നു. ഒടുവിൽ വിധിയുടെ ക്രൂരമായ വിനോദത്തിന് കീഴടങ്ങിക്കൊണ്ട് അവൻ ആ മൃദുവായ എന്നാൽ മാരകമായ തലയണയിലേക്ക് മുഖം അമർത്തി വീണു. രക്ഷപ്പെടാനുള്ള അവസാനത്തെ കരച്ചിൽ തൊണ്ടയിൽ കുടുങ്ങി നിന്നു. ബോധം മറയുന്നതിന് തൊട്ടുമുമ്പ് കാതിലൊരു മന്ത്രം പോലെ ആ ശബ്ദം വീണ്ടും കേട്ടു. ഇനി കാണാൻ പോകുന്നതാണ് സത്യം, മരണത്തിൻ്റെ സത്യം. ഇരുട്ടവനെ പൂർണ്ണമായും വിഴുങ്ങി. ആഴമേറിയ പേടിപ്പെടുത്തുന്ന ആ ഉറക്കത്തിൽ പുതിയൊരു സ്വപ്നം അതിൻ്റെ തിരശീല ഉയർത്താൻ തുടങ്ങുകയായിരുന്നു. ചുവന്ന മഞ്ഞിൻ്റെ തിരശീല വകഞ്ഞുമാറ്റി ആ ദൃശ്യം തെളിഞ്ഞു വന്നു. അതൊരു സാധാരണ സ്വപ്നമായിരുന്നില്ല. വരാനിരിക്കുന്ന ദുരന്തത്തിൻ്റെ റിഹേഴ്സൽ പോലെ അത് വ്യക്തവും ഭയാനകവുമായിരുന്നു. തിരക്കേറിയ നഗരമധ്യത്തിലെ ആ പഴയ ക്ലോക്ക് ടവർ. സമയം കൃത്യം 10:15. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. അവൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ നടക്കുകയാണ്. പെട്ടെന്നാണത് സംഭവിച്ചത്. നിയന്ത്രണം വിട്ട ഒരു കറുത്ത സ്കോർപിയോ കാർ പാഞ്ഞെടുത്തു. ചുറ്റുമുള്ളവരുടെ നിലവിളികൾ ഉയരും മുമ്പേ ടയറുകൾ ടാറിൽ ഉരയുന്നതിൻ്റെയും ലോഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിൻ്റെയും രൂക്ഷമായ ശബ്ദം അവൻ്റെ ചെവികളെ തുളച്ചു. തെറിച്ചു വീണ് തൻ്റെ തന്നെ ശരീരത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന രക്തത്തിന് ചൂടുണ്ടെന്നും അതിന് ഇരുമ്പിൻ്റെ മണമാണെന്നും ആ സ്വപ്നത്തിൽ അവൻ തിരിച്ചറിഞ്ഞു. അവസാന ശ്വാസം നിലയ്ക്കുമ്പോൾ ആ കാറിൻ്റെ നമ്പറിലെ അവസാനത്തെ അക്കങ്ങൾ അവൻ്റെ കണ്ണുകളിൽ പതിഞ്ഞു. 666. ശ്വാസം കിട്ടാതെ പിടയുന്ന നെഞ്ചുമായി അവൻ ഞെട്ടിയുണർന്നു.
വിയർപ്പിൽ കുളിച്ച ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മുറിയിൽ നിറയെ പ്രഭാത സൂര്യൻ്റെ വെളിച്ചം പരന്നിരിക്കുന്നു. പുറത്ത് കിളികറന്ന കലപില ശബ്ദം. എല്ലാം ശാന്തം, സാധാരണം. പക്ഷേ അവൻ്റെ ഹൃദയമിടിപ്പ് മാത്രം സാധാരണ നിലയിലായിരുന്നില്ല. ഭയത്തോടെ അവൻ മെല്ലെ തലതിരിച്ചു. തൊട്ടടുത്ത് തലേന്നത്തെ അതേ നിഷ്കളങ്കതയോടെ ആ വെളുത്ത തലയണ കിടക്കുന്നു. മൃദുവായ വെൽവെറ്റ് തുണിയിൽ പൊതിഞ്ഞ ആ തലയണയിലേക്ക് നോക്കിയപ്പോൾ അതൊരു തലയണയല്ല, മറിച്ച് തൻ്റെ വിധി എഴുതുന്ന ചെകുത്താൻ്റെ ലിഖിതമാണെന്ന് അവന് തോന്നി. കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവങ്ങൾ അവനെ ഓർമ്മിപ്പിച്ചു. ഈ തലയണയിൽ തലവെച്ച് കണ്ടതെല്ലാം പിറ്റേന്ന് അക്ഷരം പ്രതി സംഭവിച്ചിട്ടുണ്ട്. ലോട്ടറി അടിക്കുന്നതും പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നതും എല്ലാം. പക്ഷേ ഇന്നലെ രാത്രി കണ്ടതും മരണമായിരുന്നു. അവൻ വിറയ്ക്കുന്ന കൈകളോടെ ഭിത്തിയിലെ ക്ലോക്കിലേക്ക് നോക്കി. സമയം രാവിലെ 8 മണി. സ്വപ്നത്തിൽ കണ്ട ആ 10 മണി 15 മിനിറ്റിലേക്ക് ഇനി വെറും 2 മണിക്കൂറുകൾ മാത്രം. ഇല്ല, ഇത് നടക്കാൻ ഞാൻ അനുവദിക്കില്ല. അവൻ സ്വയം പെറുപെറുത്തു. ഞാൻ പുറത്തിറങ്ങില്ല. ഈ മുറിയിൽ തന്നെ അടച്ചിരിക്കും. പിന്നെങ്ങനെ ആ കറുത്ത കാർ എന്നെ ഇടിക്കും? അവൻ വേഗത്തിൽ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ജനലുകളും വാതിലുകളും ഭദ്രമായി അടച്ചു. പുറം ലോകവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ അവൻ തീരുമാനിച്ചു. പക്ഷേ വിധിയുടെ തിരക്കഥ മാറ്റിയെഴുതാൻ മനുഷ്യന് കഴിയില്ലെന്ന് ആ പാവം അറിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് അവൻ്റെ ഫോൺ ബെല്ലടിച്ചത്. അപരിചിതമായൊരു നമ്പർ. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ഫോണെടുത്തു. മറുതലക്കൽ പരിഭ്രമം നിറഞ്ഞൊരു ശബ്ദം. സാറല്ലേ? സാറിൻ്റെ അച്ഛനൊരു അപകടം പറ്റി. സിറ്റി ഹോസ്പിറ്റലിലാണ്. പെട്ടെന്ന് വരണം. നില ഗുരുതരമാണ്. ആ നിമിഷം അവൻ്റെ രക്തം മരവിച്ചുപോയി. യുക്തിയും ഭയവും തമ്മിലുള്ള യുദ്ധത്തിൽ സ്നേഹം ജയിച്ചു. അടച്ചുപൂട്ടിയ വാതിലുകൾ തുറന്ന് അവൻ പുറത്തേക്കോടി. സമയം നോക്കാൻ അവൻ മറന്നുപോയിരുന്നു. ലിഫ്റ്റ് കാത്തു നിൽക്കാതെ കോണികൾ ഇറങ്ങി ഓടുമ്പോൾ മനസ്സിൽ അച്ഛൻ്റെ മുഖം മാത്രമായിരുന്നു. തെരുവിലേക്കിറങ്ങിയ അവൻ ഒരു ടാക്സിക്കായി കൈ കാണിച്ചു. തിരക്കേറിയ റോഡ് മുറിച്ചു കിടക്കാൻ തുടങ്ങിയതും ദൂരെ ക്ലോക്ക് ടവറിൽ നിന്നും മണിമുഴങ്ങി. 1, 2. അവൻ തലയുയർത്തി നോക്കി. ക്ലോക്ക് ടവറിലെ സൂചികൾ 10 മണി 15 തറഞ്ഞു നിൽക്കുന്നു. ആ നിമിഷം അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. ഒരു തണുത്ത കാറ്റ് വീശി. അവൻ്റെ നട്ടലിലൂടെ ഒരു മിന്നൽ പിണഞ്ഞു. ഭയത്തോടെ അവൻ വലത്തോട്ട് നോക്കി. അതാ വരുന്നു ഒരു കറുത്ത സ്കോർപിയോ കാർ. നിയന്ത്രണം വിട്ട് മരണത്തിൻ്റെ ദൂതനെ പോലെ അത് പാഞ്ഞെടുക്കുന്നു. ഡ്രൈവർ സീറ്റിൽ ആരുമില്ലെന്ന് നടുക്കുന്ന സത്യം അവൻ കണ്ടു. രക്ഷപ്പെടാൻ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ അവനായില്ല. കാറിൻ്റെ ബമ്പറിലെ നമ്പർ പ്ലേറ്റ് മഴവെള്ളത്തിൽ തിളങ്ങി. 666. തലേന്ന് രാത്രി ആ മൃദുവായ തലയണ അവൻ്റെ കാതിൽ മന്ത്രിച്ച സത്യം ഇപ്പോൾ ടാറോഡിൽ ചോരയായി പടരാൻ തുടങ്ങുകയായിരുന്നു. അവസാനത്തെ നിലവിളി തൊണ്ടയിൽ കുടുങ്ങി അവൻ ഇരുട്ടിലേക്ക് വീണു. ഇനിയൊരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക്. ശൂന്യതയിൽ നിന്ന് ഒരു ഞെട്ടലോടെ ശ്വാസം കിട്ടാതെ അവൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ശരീരം മുഴുവൻ വിയർപ്പിൽ കുളിച്ചിരിക്കുന്നു. ചുറ്റും കൂരിരുട്ടല്ല, ജനൽ വിരികളിലൂടെ അരിച്ചെത്തുന്ന പ്രഭാത സൂര്യൻ്റെ വെളിച്ചം മാത്രം. അതൊരു സ്വപ്നമായിരുന്നു. പക്ഷേ ആശ്വാസത്തേക്കാളേറെ മരവിപ്പിക്കുന്ന ഭയമാണ് അവൻ്റെ ഉള്ളിൽ അലയടിച്ചത്. അവൻ തൻ്റെ തൊട്ടടുത്ത് കിടന്ന ആ വെൽവെറ്റ് തലയണയിലേക്ക് ഉറ്റുനോക്കി. കാണാൻ അതീവ മനോഹരമായ, ആർക്കും ഇഷ്ടം തോന്നുന്ന ആ തലയണ. എന്നാൽ അതൊരു സാധാരണ തലയണയല്ലെന്ന് അവനറിയാം. കഴിഞ്ഞ ഒരാഴ്ചയായി അതിൽ തലവെച്ചുറങ്ങുമ്പോൾ കാണുന്നതെന്തും പിറ്റേന്ന് ജീവിതത്തിൽ അക്ഷരം പ്രതി സംഭവിക്കുന്നുണ്ട്. ലോട്ടറി അടിച്ചതും ഓഫീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടതുമെല്ലാം ഈ തലയണ തലേരാത്രി കാണിച്ചു തന്ന മുന്നറിയിപ്പുകളായിരുന്നു. ഇന്നലെ രാത്രി കണ്ടത് സ്വന്തം മരണമായിരുന്നു. കറുത്ത സ്കോർപിയോ, നമ്പർ 666. മഴ. ഇല്ല, ഇന്ന് ഞാൻ മരിക്കില്ല. അവൻ വിറയ്ക്കുന്ന സ്വരത്തിൽ സ്വയം പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങില്ല. ഈ 4 ചുവരുകൾക്കുള്ളിൽ 10ാം നിലയിലെ ഈ ഫ്ലാറ്റിൽ ആ കാറിന് എന്നെ തൊടാനാവിന്നല്ലോ. അവൻ വാതിലുകൾ ഇരട്ടപ്പൂട്ടിട്ടു. ജനലുകൾ കൊട്ടിയടച്ചു. സമയം ഇഴഞ്ഞു നീങ്ങി. ഓരോ നിമിഷവും ഒരായുഗം പോലെ തോന്നി. ഉച്ചയായപ്പോഴേക്കും പുറത്ത് ആകാശം കറുത്തിരുണ്ടു. പെട്ടെന്ന് മഴ കോരിച്ചൊറിയാൻ തുടങ്ങി. സ്വപ്നത്തിൽ കണ്ട അതേ കനത്ത മഴ. അവൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. പെട്ടെന്നാണ് ഫോൺ ചിലച്ചത്. ആ നിശബ്ദതയിൽ അതൊരു ഇടിമുഴക്കം പോലെ തോന്നി. ഡിസ്പ്ലേയിൽ അമ്മ എന്ന് തെളിഞ്ഞു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ഫോണെടുത്തു. മോനെ, അച്ഛന് നെഞ്ചുവേദന. വേഗം വായോ. അമ്മയുടെ നിലവിളി കേട്ടതും അവൻ്റെ നിയന്ത്രണം വിട്ടു. സ്വന്തം ജീവനേക്കാൾ വലുതാണ് അച്ഛൻ. മരണഭയം മറന്ന് വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉപേക്ഷിച്ച് കാറിൻ്റെ താക്കോലുമെടുത്ത് അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു. ലിഫ്റ്റ് കാത്തു നിൽക്കാതെ പടികൾ ഓടിയിറങ്ങി. അപ്പാർട്ട്മെന്റിന്റെ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങിയതും തണുത്ത മഴവെള്ളം മുഖത്തടിച്ചു. ആ നശിച്ച നിമിഷം അവൻ ഓർമ്മ വന്നു. സ്വപ്നത്തിലെ അതേ തണുപ്പ്, അതേ കാറ്റ്, അതേ അന്തരീക്ഷം. അവൻ റോഡിന്റെ തൻ്റെ കാറിനടുത്തേക്ക് ഓടാൻ തുടങ്ങിയതും ഒരു ഇരമ്പൽ കേട്ടു. അവൻ തിരിഞ്ഞു നോക്കി. ദൂരെ മൂടൽമഞ്ഞിൽ നിന്ന് 2 ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു വരുന്നു. ഒരു കറുത്ത സ്കോർപിയോ. അവൻ്റെ രക്തം മരവിച്ചുപോയി. സ്വപ്നത്തിൽ കണ്ടതുപോലെ ഡ്രൈവർ സീറ്റിൽ ആരുമില്ലാതെ വിധിയുടെ 666 എന്ന നമ്പർ പ്ലേറ്റുമായി അതവന് നേരെ ചീറി പാഞ്ഞു വരുന്നുണ്ടായിരുന്നു.
ഓടിമാറാൻ കാലുകൾക്ക് ശക്തിയില്ലാത്തതുപോലെ അവൻ നിന്നുപോയി. തലയണ ജയിച്ചിരിക്കുന്നു. വിധി തിരുത്താനാവില്ലെന്ന സത്യം തിരിച്ചറിയാൻ അവൻ ആ ഒരു നിമിഷം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ വാഹനം അവനെ തൊടുന്നതിന് തൊട്ടുമുമ്പ് ഡ്രൈവർ സീറ്റിലെ ശൂന്യതയിൽ അവൻ തൻ്റെ തന്നെ പ്രതിബിംബം കണ്ടു. കാതടപ്പിക്കുന്ന ഒരു ശബ്ദത്തോടെ ലോകം മുഴുവൻ ഇരുളിലേക്ക് മറിഞ്ഞു. വേദനയുടെ നേരിയ ഒരു അലയോളി പോലും അവൻ അറിഞ്ഞില്ല. എന്നാൽ മരണം അവനെ പുൽകിയില്ല. പകരം കണ്ണിമ ചിമ്മുന്ന വേഗത്തിൽ ഭയാനകമായ ഒരു മാറ്റം സംഭവിച്ചു. ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ട് അവൻ കണ്ണു തുറന്നു. റോഡിൽ വീണുകിടക്കുകയല്ല താനെന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചുപോയി. അവൻ്റെ കൈകൾ വായുവിലായിരുന്നില്ല, മറിച്ച് തണുത്തുറഞ്ഞ ഒരു സ്റ്റിയറിംഗ് വീലിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. ചുറ്റും കറുത്ത സ്കോർപിയോയുടെ ഉൾവശം എയർ കണ്ടീഷണറിൻ്റെ മൂളൽ മാത്രം കേൾക്കാം. വിറയിക്കുന്ന കണ്ണുകളോടെ അവൻ മുൻവശത്തെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ റോഡിന് നടുവിൽ ഭയത്താൽ വിരങ്ങലിച്ചു നിൽക്കുന്ന ഒരു രൂപം. അത് മറ്റാരുമായിരുന്നില്ല, അവൻ തന്നെയായിരുന്നു. തൊട്ടുമുമ്പ് താൻ നിന്ന അതേ സ്ഥലത്ത്, അതേ ഭാവത്തിൽ തൻ്റെ തന്നെ മറ്റൊരു പതിപ്പ് മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്നു. ഭ്രാന്തമായൊരു നിലവിളിയോടെ ബ്രേക്ക് ചവിട്ടാൻ അവൻ ആഞ്ഞു ശ്രമിച്ചു. പക്ഷേ കാലുകൾ അനങ്ങുന്നില്ല. ആരോ ചങ്ങല കിട്ടതുപോലെ ശരീരം തളർന്നിരിക്കുന്നു. വാഹനം അവൻ്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു. അത് സ്വയം ചലിക്കുന്ന ഒരു യന്ത്രം പോലെ, അല്ലെങ്കിൽ ആ പഴയ തലയണയുടെ ഉള്ളിലൊളിഞ്ഞിരുന്ന പിശാചിൻ്റെ ആജ്ഞാനുവർത്തിയായി മുന്നോട്ട് കുതിച്ചു. റോഡിൽ നിൽക്കുന്ന തൻ്റെ പ്രതിബിംബത്തിൻ്റെ കണ്ണുകളിലെ ഭീതി അവൻ വ്യക്തമായി കണ്ടു. ആ കണ്ണുകൾ ഇപ്പോൾ നോക്കുന്നത് അവനെയാണ്, ഡ്രൈവർ സീറ്റിലിരിക്കുന്ന അവനെ. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള നേർത്ത രേഖ മാഞ്ഞുപോയിരിക്കുന്നു. തലയണ അവനെ നൽകിയ സമ്മാനം കേവലമൊരു മരണമായിരുന്നില്ല, മറിച്ച് അവസാനിക്കാത്ത ഒരു നരകമായിരുന്നു. താൻ തന്നെ തൻ്റെ ഘാതകനാകുന്ന കാലത്തിൻ്റെ ക്രൂരമായ ഒരു കറക്കം. വാഹനം ആ രൂപത്തെ ഇടിച്ചുതെറിപ്പിക്കുന്നതിന് തൊട്ടുമുമ്പ് ഡാഷ്ബോർഡിലെ ഡിജിറ്റൽ ക്ലോക്കിൽ സമയം തെളിഞ്ഞു. കൃത്യം 6:66 എന്ന് തോന്നിപ്പിക്കുന്ന വിധം ചുവന്ന അക്കങ്ങൾ മിന്നിമറഞ്ഞു. ഇനിയൊരിക്കലും ഈ ദുസ്വപ്നത്തിൽ നിന്ന് താൻ ഉണരില്ലെന്ന്, ഈ നിമിഷം അനന്തമായി ആവർത്തിക്കപ്പെടുമെന്ന് അവന് മനസ്സിലായി. സ്കോർപിയോയുടെ ടയറുകൾ റോഡിൽ ഉരസി അലറി. ഇരുട്ടിലേക്ക് ഒരു നിലവിളി മാത്രം ബാക്കിയായി. ആ നിലവിളി സ്വന്തം തൊണ്ടയിൽ കുടുങ്ങി നിൽക്കെയാണ് അർജുൻ ഞെട്ടിയുണർന്നത്. ശരീരം വിയർത്തു കുളിച്ചിരുന്നു. ഹൃദയം നെഞ്ചിൻകൂട് തകർത്ത് പുറത്തു വരുമെന്ന പോലെ മിടിക്കുന്നു. ചുറ്റും കൂരിരുട്ട്. അവൻ വിറയ്ക്കുന്ന കൈകളോടെ ബെഡ് ലാമ്പ് തെളിച്ചു. പരിചിതമായ മുറി, ഫാൻ കറങ്ങുന്ന ശബ്ദം മാത്രം. അതൊരു സ്വപ്നമായിരുന്നു, വെറുമൊരു ദുസ്വപ്നം. പക്ഷേ അവൻ്റെ നോട്ടം ചെന്നുടക്കിയത് തലക്കലിരുന്ന ആ പഴയ തലയിണയിലാണ്. കടും ചുവപ്പ് നിറത്തിൽ വിചിത്രമായ നൂലുകൾ കൊണ്ട് നെയ്തെടുത്ത ആ തലയിണ. ഒരാഴ്ച മുമ്പ് ആൻറ്റിക് ഷോപ്പിലെ വൃദ്ധൻ അത് കൈമാറുമ്പോൾ പറഞ്ഞ വാക്കുകൾ അവൻ്റെ കാതുകളിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങി. സൂക്ഷിക്കണം മോനെ, ആഗ്രഹങ്ങൾ മാത്രമല്ല, ഭയങ്ങളും ഇതിൽ സത്യമാകും. ഇതിൽ തലചായ്ച്ച് കാണുന്നതെന്തും പിറ്റേന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ആദ്യം അതൊരു തമാശയായാണ് തോന്നിയത്. ആദ്യത്തെ ദിവസം ലോട്ടറി അടിക്കുന്നതായി സ്വപ്നം കണ്ടു. പിറ്റേന്നത് സത്യമായി. പിന്നീട് ജോലിയിൽ പ്രമോഷൻ, നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം തിരികെ കിട്ടുന്നത്, എല്ലാം സ്വപ്നത്തിൽ കണ്ടതുപോലെ പിറ്റേന്ന് കൃത്യമായി സംഭവിച്ചു. ആ തലയിണ ഒരു അനുഗ്രഹമാണെന്നവൻ വിശ്വസിച്ചു തുടങ്ങി. ആ പേരാശ അവനെ അന്ധനാക്കിയിരുന്നു. എന്നാൽ ഇന്നവൻ കണ്ടത് സ്വന്തം മരണമാണ്. ആ സ്കോർപിയോ, ആ 6:66 എന്ന അസാധ്യമായ സമയം, ആ ഇരുണ്ട റോഡ്, തന്നെ ഇടിച്ചു തെറിപ്പിക്കുന്ന ആ വാഹനം. ഇല്ല, ഇത് നടക്കാൻ പാടില്ല. അവൻ പിറുപിറുത്തു. ആ തലയിണ എടുത്ത് ദൂരേക്കേറിയാൻ അവൻ ആഞ്ഞു. അപ്പോഴാണ് പുറത്തുനിന്ന് ഒരു കാർ ഹോൺ ശബ്ദം കേട്ടത്. അവൻ ജനൽ കർട്ടൻ നീക്കി നോക്കി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ ഗേറ്റിന് മുന്നിൽ ഒരു കറുത്ത സ്കോർപിയോ വന്നു നിൽക്കുന്നു. സ്വപ്നത്തിൽ കണ്ട അതേ വണ്ടി. അവൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ സമയം അവൻ നോക്കി. സമയം വൈകുന്നേരം 6 മണി. സ്വപ്നത്തിൽ കണ്ട മരണത്തിൻ്റെ സമയമായ 6:66 അതായത് 7:06 ഇനി അധികം ദൂരമില്ല. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ഫോൺ എടുത്തു. മറുതലയ്ക്കൽ സുഹൃത്തിൻ്റെ ശബ്ദം. എടാ, വണ്ടി റെഡിയാണ്, നമുക്കിറങ്ങണ്ടേ? അവൻ്റെ രക്തം മരവിച്ചുപോയി. ആ തലയിണയിലേക്ക് അവൻ വീണ്ടും നോക്കി. അതിൻ്റെ ചുവന്ന നൂലുകൾക്ക് ഇപ്പോൾ രക്തത്തിൻ്റെ നിറമാണെന്ന് തോന്നി. അത് തന്നെ നോക്കി പരിഹസിക്കുന്നത് പോലെ. താൻ കണ്ട സ്വപ്നം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് വിധിയുടെ മാറ്റമില്ലാത്ത തിരക്കഥയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ സ്കോർപിയോ അവനെ കാത്തുകിടക്കുകയാണ്.
ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഈ മുറിയിൽ തന്നെ അടച്ചിരുന്നാലും ആ തലയണ നിശ്ചയിച്ച വിധിയിലേക്ക് ഏതോ അദൃശ്യശക്തി തന്നെ വലിച്ചിഴയ്ക്കുമെന്ന് അവൻ ഉറപ്പായി. കാരണം ഇന്നുവരെ ആ തലയണ കാണിച്ചതൊന്നും തെറ്റിയിട്ടില്ല. മരണം വാതിലിനു പുറത്ത് കാത്തുനിൽക്കുകയാണ്. സ്വപ്നങ്ങൾ സത്യമാകുന്ന ലോകം എത്ര മനോഹരമാണെന്ന് നമ്മൾ കരുതും. എന്നാൽ ഓർക്കുക, ചില സത്യങ്ങൾ മരണത്തേക്കാൾ ഭയാനകമാണ്. നമ്മുടെ ഉപബോധ മനസ്സിലെ ഇരുണ്ട ചിന്തകൾക്ക് ജീവൻ വച്ചാൽ പിന്നെ ഒളിച്ചോടാൻ ഒരിടവും ബാക്കിയുണ്ടാവില്ല. ആഗ്രഹങ്ങൾ വരമാകുന്നത് പോലെ തന്നെ അത് ശാപവുമാകാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.